ഹലോ അസ്സാം വലൈക്കും. അങ്ങനെ കണ്ടല്ലോ, ഇപ്പോഴും ഞങ്ങൾ താഴത്തേക്ക് എത്തിയിട്ടില്ല കേട്ടോ. ഈ പാലസിൻ്റെ അകത്തുനിന്ന് എന്ത് തിരക്കാണ്. ഈ ഭാഗത്തു കൂടെ നമ്മൾ കണ്ടവർ മടങ്ങുന്നുണ്ട്. വേറൊരു സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ, അതിൽ കൂടെ കാണാത്തവർ കയറുന്നുണ്ട് കേട്ടോ മേലേക്ക്. അങ്ങനെയൊക്കെ പിന്നെ ഇതാ പുറത്തേക്ക് എത്തുകയാണ് നമ്മൾ. കണ്ടോ, ചെരുപ്പിടാത്ത കാല്. ഒറ്റ ആളെ കാലുമേൽ ചെരുപ്പില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ ടോക്കൺ കാണിച്ചിട്ട് വേണം പുറത്തുനിന്ന് ആ ചെരുപ്പ് എടുക്കാൻ. ഇവിടെ കണ്ടോ, മൈസൂർ രാജാവിൻ്റെ ആനകളെ കുറിച്ചിട്ടാണ് അവിടെ എഴുതിക്കുന്നത്. അതൊന്നും നോക്കാൻ എനിക്ക് സമയമില്ല, കാരണം എൻ്റെ പുഷ് മുന്നിൽ മണ്ടിക്കുന്നു. കുട്ടികളെ കാണാനുമില്ല. കുട്ടികൾ വേണമെങ്കിൽ പുറത്തെത്തിയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ ഞങ്ങൾ പുറത്തെത്തി, ടോക്കൺ കാണിച്ചിട്ട് ചെരുപ്പ് വാങ്ങിച്ചു. അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ടപ്പോഴത്തേക്കും ആഷിമോനെത്തി. ഞാൻ വീഡിയോ എടുക്കാണ്ടപ്പോൾ ആഷിമോൻ കാര്യമായിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ റിനുമോൾ അപ്പോഴേക്കിനും എവിടെ പോയി, ടോയ്ലറ്റിൽ പോയി. പിന്നെ ഇതാ കണ്ടോ, പുറത്ത് പാലസിൻ്റെ പുറത്തേക്കുള്ള ഭംഗിയാണ് ഈ ചെടികൾ കൊണ്ട്. കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള ചെടികളാണ് അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും ശരി, പാലസ് തന്നെ സൂപ്പറാണ്. പിന്നെ ഇപ്പം ഉണ്ടോ പുറത്തുള്ള ചെടികളുടെ ഭംഗി പറയണോ. മനു കണ്ടോ ഇൻസൈഡ് ചെയ്യണതിന് അതിൽ ഷർട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. ഈ ആൺകുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഷർട്ട് ഇൻസൈഡ് ചെയ്യാൻ മടിയുള്ളവരൊക്കെ അങ്ങനെ ചെയ്താൽ മതി. റിനുമോൾ ടോയ്ലറ്റിൽ പോയി വരുന്നുണ്ട്. പിന്നെ അത് അങ്ങനത്തെ ഈ കണ്ണിക്കണ്ട ആൾക്കാരിരുന്ന് കണ്ണിക്കണ്ട മാലയും എന്താ പറയുക കമ്മലും മോതിരവും അങ്ങനെ കുറേ വാങ്ങിയിട്ടോ, ഡ്രസ്സിക്ക് അനുസരിച്ചത്. അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. വിശക്കണുണ്ട് കേട്ടോ, എല്ലാവർക്കും നല്ലോണം വിശക്കുന്നുണ്ട്. അതിനെങ്ങനെ കെട്ടിയവന് ഫോൺ വന്നിട്ട് ഒരു സ്വൈരമില്ലാത്തൊരു ഫോൺ കേട്ടോ. ഈ ഫോൺ ചെവിയിൽ നിന്ന് മാറ്റിയിട്ട് ഞാൻ അപൂർവമായിട്ടേ കണ്ടിട്ടുള്ളൂ ശരിക്കും, സത്യം പറഞ്ഞാൽ. അതിൻ്റെ ഇടയിൽ ഇതാ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. മഴ ഉണ്ടെങ്കിലും ശരി, കാലാവസ്ഥ നല്ല തന്നെയാണ്. ഇവിടേക്കൊന്നും മഴ ഇല്ല കേട്ടോ, ചെറുതായിട്ട് ചാറ്റൽ മഴ അത്രേ ഉള്ളൂ. നോക്ക്, ഇവിടെ ഒരു എക്സിബിഷൻ പോലെ എന്തോ ഒരു മ്യൂസിയം അങ്ങനെ എന്തോ ആണ്. ഇവിടെ നല്ല കണ്ട തിരക്കൊക്കെ. അപ്പോൾ ഇവിടെ കയറണോ ചോദിച്ചു. വേണ്ട, പാലസിൽ കയറിയിട്ട് തന്നെ ടയർഡ് ആയിക്കാണ് ഞാൻ, വിശന്നിട്ടാണെങ്കിൽ അതിനേക്കാളും. അപ്പോൾ എവിടെയും കയറണ്ട പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ. ഏതെങ്കിലും ഹോട്ടൽ കണ്ടാൽ നിർത്താൻ വിഷയം പറഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ, ഹോട്ടലെത്തി. ടാറ്റ ബൈ ബൈ, സീ യു.